ഹായ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിന്തറ്റിക് ഗ്രൗണ്ടിലാണ്. ഇവിടെ BPSൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് എടുത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ നമ്മൾ PT ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിലായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്രോഗ്രാമുകൾ അവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഫോട്ടോ ഒട്ടിക്കുന്ന ഒരു പേഴ്സണൽ സ്കോർ ഷീറ്റിലേക്ക് അവരുടെ ഫോട്ടോ ഒട്ടിക്കുന്ന പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽസ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയോചിതമായിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ഏറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2023 ഇതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഇതുപോലെ വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നില്ല, ഒഫീഷ്യൽ ആയിരുന്നില്ല. അപ്പോൾ ഇത്തവണ 2024 നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്, ഒഫീഷ്യലായിരിക്കുകയാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പിൻ്റെ അവിടെയാണ് എനിക്ക് ഡ്യൂട്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചെറിയ റെയിനി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇത്തവണ സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് ഇൻഡോറിലാണ് നടത്തുന്നത്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ PT ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് നടക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേഷനിൽ നടക്കുന്ന ടെസ്റ്റിനെ കുറിച്ചും 6 ടെസ്റ്റിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. 2024 എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ്, അതുപോലെ തന്നെ ഓരോ സ്കോറിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഈ വീഡിയോക്ക് അടിയിലായിട്ടൊരു ലിങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എത്ര പോയിന്റുകളാണ് നിങ്ങൾ സ്കോർ ചെയ്താലാണ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതും. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ സർക്കുലറിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. എല്ലാ സ്റ്റേഷനിലെയും വിശേഷങ്ങൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ സ്റ്റേഷനാണ് ഈ സൈഡിലായിട്ട് കാണുന്നത്. നമ്മൾ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ വളരെയധികം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഇനി അഡീഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ഇതാണൊരു ഓവറോൾ വ്യൂ. കറക്റ്റായിട്ട് ജമ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വൈറ്റ് ഫ്ലാഗ് അപ്പോൾ നമ്മൾ റൈസ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ് ജമ്പ് ആണെങ്കിൽ കറക്റ്റായിട്ടത് മെഷർ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പിൽ. നിലവിൽ നമുക്ക് മെന്നും വുമണും 2 തരത്തിലാണ് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പിൻ്റെ മെഷർമെൻ്റ് ഉള്ളത്. 2.45 മെന്നും 1.90 വുമണുമാണ് നമുക്കുള്ളത്. അപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും ഒരു 3 ഫൗളുകളാണുള്ളത്. ആദ്യം പറഞ്ഞത് ലൈൻ ടച്ച് ഫൗള്, രണ്ടാമതെന്ന് പറഞ്ഞത് നമ്മുടെ ഡബിൾ ലെഗ് ഫൗള്, മൂന്നാമത്തെന്ന് പറഞ്ഞത് നമുക്കറിയാം 1 ലെഗ് ഫൗള്. ഓക്കെ, ഇതാണ് ലൈൻ ടച്ച് ഫൗള്. ലൈൻ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റെഡ് ഫ്ലാഗ് റൈസ് ചെയ്യണ്ടായി. പിന്നെ ഡബിൾ ജമ്പ് ഫൗളാണത്, ഡബിൾ ജമ്പ് ഫൗള്. ഇത് സിംഗിൾ ലെഗ് ലാൻഡിങ് ഫൗളാണത്. ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഗേൾസിന് 1.90 ബോയ്സിന് 2.45 ആണ്. അങ്ങനെ നമ്മുടെ സ്റ്റേഷനിലേക്കുള്ള പിള്ളേർ വരിവരിയായിട്ട് വന്നിട്ട് അവരവിടെ ഇരിക്കുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ സ്റ്റേഷനിലും. എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് നമ്മുടെ സ്റ്റേഷനിലാണ് എന്നെനിക്ക് തോന്നി. കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റൈറ്റ്, എങ്ങനെയാണ് റോങ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അടുത്തൊരു സ്റ്റേഷനിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പുള്ളപ്പ് ചെയ്യുമ്പം ചിന്ന അപ്പേഡ് പോകണം. ഉണ്ടോ? ഇവിടെ പോയിട്ട് ഡൗൺലോഡ് വരണം. ചിലപ്പോൾ സ്ട്രൈറ്റ് ആയിരിക്കണം. അങ്ങനെ അടുത്ത കൗണ്ട് കൂട്ടുള്ളൂ. ഓക്കെ, അപ്പേഡ് പോയി അടുത്ത ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഫ്ലക്ഷൻ വന്നാൽ വീണ്ടും അപ്പ് ചെയ്താൽ അത് കൗണ്ട് ആവില്ല. ഓക്കെ, ഫ്ലക്സിൻ്റെ ചെയ്തിട്ട് ആണ് അടുത്തത് കൗണ്ട് ചെയ്യുള്ളൂ.
ഷോൾഡറൊക്കെ ഒന്ന് വാങ്ങിക്കോ. ഷോൾഡർ ഹാങ് ചെയ്ത് വെക്കാം 22 സെക്കൻഡ്. ഓക്കെ, ആം ഹാങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് എത്ര സമയം നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഗേൾസിന് മാത്രമാണ് ഇങ്ങനെ, ബോയ്സിന് ഫുള്ളപ്പാണ്. അതിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് വരുന്ന മാർക്ക്. പിന്നെ സൈഡിൽ കാണുന്നത് ഷട്ടിൽ റണ്ണാണ്. ഷട്ടിൽ റണ്ണിൻ്റെ കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം സിറ്റപ്പാണ്. ഇത് 1 മിനിറ്റിനുള്ളിലാണ് ഇത് ചെയ്ത് തീർക്കേണ്ടത്. 1 മിനിറ്റിനകത്ത് ആണ് ഇത് ചെയ്ത് തീർക്കേണ്ടത്. എത്ര സിറ്റപ്പ് എടുക്കുന്നു എന്നതിന് ബേസ് ചെയ്ത് പ്രകാരം ഇവർക്ക് കിട്ടുന്ന പോയിൻ്റ് വരുന്നത്. കഴിഞ്ഞിട്ട് അവർ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെയാണ് എണീറ്റ് പോരുന്നത്. ഇതാണ് ഷട്ടിൽ റണ്ണ്. ഷട്ടിൽ റണ്ണ് 2 വുഡൻ ബ്ലോക്സ് അതിലുണ്ടാവും. അതെടുത്തിട്ട് രണ്ടും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊണ്ടുവയ്ക്കുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സമയം കണക്കാക്കിക്കൊണ്ടാണ് അവർക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്ഡോറിലേക്ക് വരുമ്പോൾ റണ്ണിങ് ഇവൻറ്റ്സ് ആണ്. അത് 50 മീറ്റർ അതുപോലെ തന്നെ 600 മീറ്റർ 2 റണ്ണിങ് ഇവൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് സ്പീഡ് മെഷർ ചെയ്യുന്നതിനും മറ്റത് എൻഡുറൻസ് മെഷർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. എല്ലാ സ്റ്റേഷനിലും ഒഫീഷ്യൽസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് വരുന്ന കുട്ടികളോട്. അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ധാരണ മുൻപേ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്. നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഗെയിം ചെയ്യണമല്ലോ. അപ്പോൾ വോളിബോളായിരുന്നു പിന്നെ ആഫ്റ്റർനൂൺ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി. അപ്പോൾ വോളിബോളിൻ്റെ പിള്ളേരെ കൊണ്ട് കോർട്ടിലോട്ട് വന്നതാണ്. വോളിബോളിൻ്റെ സ്പെഷ്യലൈസ്ഡ് പിള്ളേരാണ്, സെലക്ഷന് വേണ്ടി വന്നവരാണ്. ഇത് ഫുട്ബോളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിൽ കമ്പാരിറ്റീവ്ലി ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലായിരുന്നു ബാക്കിയുള്ള സ്പെഷ്യലൈസേഷനെ വെച്ച് നോക്കുമ്പോൾ. സ്പെഷ്യലൈസേഷൻ സ്കിൽ പ്രൊഫിഷ്യൻസി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. ഇത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഒരു ഗെയിം സ്പെഷ്യലൈസ് ചെയ്യണം. ഇതാണ് നോംസ് ബോയ്സിൻ്റെ. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഈ വീഡിയോക്ക് താഴെയായിട്ട് ഒരു ലിങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ എടുത്ത് നോക്കാവുന്നതാണ്. ഇതിലൊരു സൈഡിൽ മാർക്കും ഒരു സൈഡിൽ ടെസ്റ്റ് ബാറ്ററീസും ആണ്. ഇപ്പോൾ സിറ്റപ്പ്, സ്റ്റാൻഡിങ് റോഡ് ജമ്പ്, പുള്ളപ്സ്, അതുപോലെ തന്നെ ഷട്ടിൽ റണ്ണ് 50 മീറ്റർ 600 മീറ്റർ ഇങ്ങനെയുള്ള ടെസ്റ്റ് ബാറ്ററീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ അതിന് കിട്ടുന്ന മാർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അത് ഞാൻ ഈ വീഡിയോക്ക് താഴെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.